ഹായ് ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ആരെ പറ്റിയാണെന്ന് വെച്ചാൽ മദാറ ഉച്ചിക എന്ന ഷിനോബിയെ പറ്റിയാണ്. ഉച്ചിയ ക്ലാനിൽ തന്നെ ലീഡറായിട്ടിരുന്ന മദാറ ഉച്ചിയുടെ സ്റ്റോറിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മദാറയുടെ ഇതിനു ശേഷം മദാറയ്ക്ക് എല്ലാവരും ഷെറിഗൻ അവൈകനാകുന്നു. അതിനുശേഷം റിനേഗൻ കിട്ടുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മദാറയെ നമ്മളിന്ന് കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ കഥയിലേക്ക് പോകാം. നേരെ മദാറ ആരായിരുന്നു എന്ന് വെച്ചാൽ മദാറ ഈ ഇവിടെ ഉച്ചിയ ക്ലാനിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാനിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു മെമ്പർ ആയിരുന്നു. അത് മാത്രമല്ല ഹഷിറാമയുടെ കൂടെ തന്നെ ഫസ്റ്റ് ഹൊക്കാഗെ ഹഷിറാമയല്ലേ, അങ്ങനെ ഹഷിറാമയുടെ കൂടെ തന്നെ ഇരുന്നൊരു മനുഷ്യനും കൂടിയായിരുന്നു ഈ മനുഷ്യൻ. അങ്ങനെ ഹഷിറാമയുടെ കൂടെ തന്നെ ഇരുന്നു ഇതായിരുന്നു. അപ്പോൾ അതിനുശേഷം മദാറയുടെ അനിയന്റെ മരണം എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇസൂന എന്നാണ് അനിയന്റെ പേര്. അങ്ങനെ അനിയന്റെ മരണം ടോബിരാമയുടെ കൈകൊണ്ടാണ് നടക്കുന്നത്. ടോബിരാമ കൊല്ലുന്നു. അങ്ങനെ അതിനുശേഷം ഹഷിറാമ ആ സ്ഥലത്തിലേക്ക് വരുന്നു. അങ്ങനെ മദാറയാണെങ്കിൽ ടോബിരാമ മദാറയുടെ അനിയൻ ഇസൂനെ കൊന്നതുപോലെ തന്നെ ടോബിരാമയാണെങ്കിൽ മദാറയെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഹഷിറാമ പറയുന്നു, മദാറയെ കൊല്ലണ്ട, മദാറയെ ചാവാൻ പാടില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം മദാറ അടുത്തന്നെ ചോദിക്കുകയാണ്, ലോകത്തിൽ എങ്ങനെ സമാധാനം വരും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മദാറ പറയാണ്, ഒന്നില്ലെങ്കിൽ ഹഷിരാമ മരിക്കണം, പിന്നെ ടോബിരാമ മരിക്കണം എന്ന്. എന്നിട്ട് ഹഷിരാമയാണെങ്കിൽ അപ്പോൾ പറയാണ്, മദാറ നീ നല്ലതാണ് പറഞ്ഞത്, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. മദാറ പറയുന്നത് ലോകത്തിന് പീസ് കിട്ടാൻ വേണ്ടി മദാറ പറയുന്നത് കേട്ട് കുത്താൻ പോവുകയാണ്. കുത്താൻ പോകുമ്പോൾ മദാറ തന്നെ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, വേണ്ട, നീ മരിക്കേണ്ട ആവശ്യമില്ല, വേണ്ട എന്ന് പറയുകയാണ്. ഇതിനുശേഷം മദാറയും ഹഷിറാമയും കൂടി വീണ്ടും ഫൈറ്റ് നടത്തുന്നു. അങ്ങനെ മദാറയെ ഹഷിറാമ കൊന്നുകളയുന്നു. അങ്ങനെ മദാറയെ ഹഷിറാമ കൊല്ലുന്നു. അതിനുശേഷം മദാറയെ കൊന്നതിന് ശേഷം നമ്മളെ ബ്ലാക്ക് ജഡ്ജു അവിടെ വരികയാണ്. ജഡ്ജു ആണെങ്കിൽ വന്നിട്ട് മദാറയെ രക്ഷിക്കുകയാണ്. അവൻ്റെ അവേക്കൻ അന്നാണ് അവന് റിനേഗൻ അവേക്കനാകുന്നത്. അവേക്കനായിട്ട് വീണ്ടും മദാറ എഴുന്നള്ളിയിരിക്കുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മദാറ, അതായത് വെച്ചാൽ നമ്മുടെ ഈ മദാറ ഉച്ചിക അന്നാണ് അവേക്കനാകുന്നത്. ഇറ്റേർണൽ ഷെറിങ്കനുമായി വരുന്നു. അതിനുശേഷം ഇസൂനയുടെ ഷെറിങ്കനും അവൻ്റെ ദേഹത്തുണ്ട്. അങ്ങനെ കുറേ പേരുടെ പവറുമായിട്ട് നമ്മുടെ മദാറ ഉച്ചിക വരികയാണ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് ഉച്ചിക മദാറ ഭയങ്കര പവർഫുൾ ആകുകയാണ്. അതിനുശേഷം മദാറ പിന്നെ ഒബീറ്റോയുടെ തേർഡ് ഗ്രേറ്റ് വാറിൽ ഗ്രേറ്റ് നിഞ്ച വാറിൽ തേർഡ് ആയിട്ട് വരുന്ന നിഞ്ച വാറിൽ നടക്കുമ്പോൾ മദാറയുടെ ഈ അറ്റാക്ക് കാരണം ഒബീറ്റോനെ മേത്ത് വീഴുകയാണ്. പക്ഷെ മദാറ തന്നെ ഒബീറ്റോനെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. മദാറ ഒബീറ്റോനെ ഇരുന്നതിനെക്കാട്ടിൽ ഭയങ്കര പവർഫുൾ ആക്കുന്നു. അവന് വൈറ്റ് സെസുവിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര പവർഫുൾ ആകുന്നു നമ്മുടെ ഒബീറ്റോനെ രക്ഷിച്ചതിന് അതിനുശേഷം ഭയങ്കര പവർഫുൾ ആകുകയാണ്. അതിനപ്പുറത്തേക്ക് മദാറയ്ക്ക് ഒരു 100 വയസ്സ് കാണും. അങ്ങനെ മദാറ അവിടെ 100 അല്ല 90 എത്രാണ്ട് വയസ്സ് അവനുണ്ട്. അപ്പൊ തന്നെ അവൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു നോക്കിക്കോണേ. അതിനുശേഷം സെഡ്സു ഇതുപോലെ കുറെ പവർസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം മദാറയുടെ മരണത്തിന് ശേഷം ഒബീറ്റോ പേരെടുക്കുകയാണ്. ഒബീറ്റോ എന്ന പേര് മാറ്റിയിട്ട് ഒബീറ്റോയ്ക്ക് മദാറ എന്ന പേര് വെക്കുകയാണ്. ഒബീറ്റോ തന്നെ വെക്കുകയാണ്. അതിനുശേഷം മദാറ ഒബീറ്റോയിനെ വളർത്തി ഇത്ര വലുതാക്കിയത് കൊണ്ട് മദാറയുടെ പവർ ഒബീറ്റോയിന് ഉള്ളത് കൊണ്ട്, മദാറയുടെ ഷെറിങ്കന്റെ പവർ ഒബീറ്റോയ്ക്ക് ഉള്ളത് കൊണ്ട്, മദാറയുടെ റിനഗന്റെ പവറും ഒബീറ്റോയ്ക്ക് ഉള്ളത് കൊണ്ട്, റിനഗനും ഉള്ളത് കൊണ്ട് അവസാനം ഒബീറ്റോ മദാറയാവുകയാണ്. അതുപോലെ തന്നെ മദാറയെ പോലെ ജിൻചുരുക്കിയും അവനാകും. അതുപോലെ മദാറയുടെ സെയിം ഒരേ ക്ലാൻ. അതിനുശേഷം പേര് ഒന്നാകുകയാണ്. അതിനുശേഷം മദാറ എന്നിട്ട് റിയാനിമേഷൻ ജുത്സു യൂസ് ചെയ്യുമ്പോൾ മദാറയും വരികയാണ്. അങ്ങനെ വന്നതിന് ശേഷം മദാറ വലിയൊരു വാർ നടത്തുന്നു. അതെന്ന് വെച്ചാൽ ഒബീറ്റോ ആണ് ആ വാർ തുടങ്ങി വെച്ചത്. അതിൽ മദാറയെ റിയാനിമേഷൻ ചെയ്ത് വിളിക്കുന്നു. അങ്ങനെ മദാറ ഭയങ്കര പവർഫുൾ ആയിട്ട് വന്നിട്ട് എല്ലാവരും അടിച്ച് തെറിപ്പിച്ചിടുകയാണ്. എല്ലാ കാഗേസിനും തെറിപ്പിച്ചിടുകയാണ്. അങ്ങനെ മദാറയെ ലാസ്റ്റ് റിനേഷ് റിങ്ങിന് എടുക്കുന്നു.
അതിനുശേഷം ഇൻഫിനിറ്റ് സുഗുയോമി എടുക്കുന്നു. അങ്ങനെ കുറച്ച് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മദാറയാകുന്നു. അതിനുശേഷം ബ്ലാക്ക് സെറ്റ്സു ചതി കാണിച്ച് കൊല്ലുന്നു. ആദ്യമേ ഒബീറ്റോ ചതി കാണിച്ച് ഒബീറ്റോ ചതി കാണിക്കുന്നില്ല. ഒബീറ്റോന്റെ ദേഹത്ത് തന്നെ സെറ്റ്സു കയറി ഇരുന്നിട്ട് ഒബീറ്റോനെ അതായത് മദാറയെ ചതിച്ച് കുത്തിക്കൊല്ലുകയാണ്. അതിനുശേഷം മദാറയെ കുത്തിക്കൊന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, മദാറയെ കുത്തിക്കൊല്ലുന്നു. ഇതാണ് മദാറയുടെ അവസാനം. പക്ഷെ ഒരു കാര്യമുണ്ട്, മദാറ വീണ്ടും അവർ റിയാനിമേഷൻ ജുറ്റ്സുവിൽ വരുത്താൻ കഴിയും. അവൻ മരിച്ചൊന്നും അറിയുകയില്ല. പക്ഷെ അവനെ കുത്തി തറയാം. അതിനുശേഷം എല്ലാം ശരിയാകുന്നു. മദാറ ശരിയാകുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാം ശരിയാകുമ്പോൾ മദാറ ശരിയാകുമല്ലോ. എന്നു വെച്ചാൽ നമ്മുടെ സത്യത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൊറൂട്ടോയിൽ നറൂട്ടോ എല്ലാ സ്ഥലത്തിലും പോകുന്നുണ്ടായിരിക്കും പാസ്റ്റിൽ. അങ്ങനെ പോകുന്ന അനുസരിച്ച് നമ്മുടെ മദാറയും ഇപ്പം ജീവനോടെ കാണേണ്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മദാറയെ ജീവനോടെ ഇപ്പം കാണേണ്ടതാണ് ഗൈസ്. കാരണം ഇപ്പം നാമികാസെ മിനാട്ടോ മരിച്ച നാമികാസെ മിനാട്ടോ ഇപ്പോൾ ഇരിക്കുന്നു. എങ്ങനെയാണ്? അവൻ പാസ്റ്റിൽ പോയി രക്ഷിച്ചു. പാസ്റ്റിനെ തന്നെ മാറ്റി മറിച്ചെങ്കിൽ എല്ലാവരുടെയും പാസ്റ്റിനെ മാറ്റി മറിച്ച് ഇറ്റാച്ചി ഉച്ചിനെ വരെ തിരിച്ചു കൊണ്ടുവന്നു. ഉച്ചിയ ക്ലാനെ ഫുള്ളും കൊണ്ടുവന്നു നമ്മുടെ നറൂട്ടോ. ആ ഉച്ചിയ ക്ലാൻ ഫുള്ളും നമ്മുടെ നറൂട്ടോ ഉച്ചിയ എല്ലാ ഉച്ചിയ ക്ലാൻസിനെ കൊണ്ടുവരിക, എല്ലാ ഉച്ചിയ ക്ലാനിലുള്ള എല്ലാവരും കൊണ്ടുവരികയാണ്. അപ്പോൾ ഗായ്സ് ഒന്നുണ്ട്, അതിൽ മദാറ ഉച്ചിയയും കാണും. അതിൻ്റെ അർത്ഥം മദാറ ഉച്ചിയ ഇതുവരെ മരിച്ചിട്ടില്ല. ഇതാണ് മദാറ ഉച്ചിയയുടെ സ്റ്റോറി. അങ്ങനെ ഒരു സാഡ് സ്റ്റോറിയുമായി മദാറ തുടങ്ങുന്നു, സാഡ് സ്റ്റോറിയുമായി തീരുന്നു. പക്ഷെ ഗുഡ് ന്യൂസുമായി മദാറ തിരിച്ചു വരുന്നു. ഇതാണ് മദാറയുടെ സ്റ്റോറി ഗൈസ്. ലോകത്തിൽ തന്നെ വളരുന്നു, വലുതാകുന്നു, പവർഫുൾ ആകുന്നു, ഒരു ഉച്ചിയ ക്ലാൻ്റെ ലീഡറാകുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിനോബി ഓഫ് ഗോഡ് ഓഫ് ഷിനോബി എന്ന ഹഷിറാമയുടെ ലെവലിൽ പോകുന്നു. അതായത് ഗോഡിൻ്റെ ഔറ എടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ഹഷിറാമ എന്ന അതായത് ഹഷിറാമയെയും ഹിറുസൻ, 2 ഗോഡ്സ്, അവർ രണ്ടുപേരും തോപ്പിച്ചുകൊണ്ട് കയറുകയാണ്. അപ്പോഴാണ് പറയുന്നത് ദിസ് ഈസ് ദ ഔറ ഓഫ് ഗോഡ്. അങ്ങനെയാണ് മദാറ അറിയപ്പെടുന്നത്. അങ്ങനെ മദാറ ഒരു ഗോഡായി മാറുന്നു, പിന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗായ്സ്. എല്ലാ കാഗേസിനെയും കസിക്കാഗെ റൈക്കാഗേസ് എല്ലാവരെയും അടിച്ച് കാഗേസിനെ എല്ലാവരെയും കൊല്ലുന്നു എന്ന് വെച്ചാൽ അവരെല്ലാം ഡിഫീറ്റ് ചെയ്തിടുന്നു. അതിനുശേഷമാണ് ഗായ്സ്, ഇതാണ് ഭയങ്കര സീൻ. ഹഷിറാമ സെൽസ് തന്നെ എടുക്കുന്നു, അവൻ്റെ ചക്ര യൂസ് ചെയ്യുന്നു. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹൊക്കാഗെ. അതിനുശേഷം നാമികാസെ മിനാട്ടോവും ഇച്ചിരി പവർഫുൾ ആണ് ഗൈസ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ മദാറയുടെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബ്, താങ്ക് യു ഫോർ ലൈക്ക്.